വിശുദ്ധ ലൂക്കാ സുവിശേഷം അധ്യായം 1. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടുകൂടി സന്തോഷിച്ചു. 8-ാം ദിവസം അവൾ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് അവന് പേര് നൽകുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യ ഭാഷയിൽ ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു. നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാവർക്കും ഭയമുളവായി. യൂദയായിലെ മലനാടുകളിലെല്ലാം ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാവരും ഈ ശിശു ആരായിരിക്കുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. ഇസ്രായേലിന് വെളിപ്പെടുത്തുന്നവരെ അവൻ മരുഭൂമിയിലായിരുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഇന്ന് ആഗോള തിരുസഭ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിൻ്റെ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജനനം ഭൂമിക്ക് ആഹ്ലാദവും ആനന്ദം നൽകുന്ന ദിനമാണ്. കാരണം എന്തെന്നോ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി ലോകത്തോട് ഏറ്റുപറയുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ബൈബിളിലെ അവസാനത്തെ പ്രവാചകൻ കൂടിയാണ് അദ്ദേഹം. സ്നാപക യോഹന്നാൻ്റെ ജനനം വിശുദ്ധ ബൈബിളിൽ അത്ഭുതകരമായ ഒരു ആത്മീയതയായിട്ടാണ് നാം കാണുക. വൃദ്ധരായ സക്കറിയ എലിസബത്ത് ദമ്പതികൾക്ക് സ്വർഗം ദാനമായി നൽകിയ പൊന്നോമനയായിരുന്നു അവൻ. അവൻ്റെ ജീവിതം ജനനം മുതൽ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ദൈവദൂതൻ്റെ വാക്കിൽ വിശ്വസിച്ച് ജീവിതയാത്ര തുടരുന്ന സക്കറിയായും എലിസബത്തും ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരവും സാന്നിധ്യവും ഈ ഇടപെടലിലൂടെ അറിഞ്ഞു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകൾ സകല മനുഷ്യരുടെയും നന്മയ്ക്കായി ഉപകാരപ്രദമാകുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്നും നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാലഘട്ടത്തിലും സാഹചര്യത്തിലും അപ്രകാരം ദൈവത്തിന് ഇടപെടാനാകുമെന്നും സുവിശേഷം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എലിസബത്തും സക്കറിയായും വാർദ്ധക്യത്തിലായിരുന്നിട്ടും ദൈവത്തിൻ്റെ പദ്ധതികളിൽ അവർ വിശ്വസിക്കുകയും വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി അവർ തങ്ങൾക്ക് ലഭിച്ച ദൈവവിളി ജീവിതം നയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. സക്കറിയ പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവിക ദർശനവും ഇടപെടലും ഉണ്ടാവുക. നാം എന്തു തന്നെ ശുശ്രൂഷയിലായിരിക്കുന്നുവോ ആ ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുമെന്നതിൻ്റെ അടയാളം കൂടിയാണത്. നാം എവിടെയായിരുന്നാലും സ്വർഗം നമുക്ക് വേണ്ടി നിലകൊള്ളുകയും നമ്മെ അനുഗ്രഹിക്കുകയും നമുക്ക് നൽകേണ്ട നന്മകൾ അവിടെ നൽകുക തന്നെ ചെയ്യും. ദൈവം നൽകുന്ന നന്മകളെ ദൈവത്തിൻ്റെ തിരുഹിതമനുസരിച്ച് സ്വീകരിക്കുവാനുള്ള മനസ്സാണ് നമുക്ക് ആവശ്യമായിരിക്കുക. എലിസബത്തും സക്കറിയായും അപ്രകാരമാണ് അത് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അവർ ദൈവ മനസ്സിനൊത്ത് വളർത്തുവാനും ദൈവഹിതത്തിന് പരിപൂർണമായി തൻ്റെ പ്രിയപുത്രനെ വിട്ടുകൊടുക്കുവാനും തയ്യാറായത്. ദൈവദൂതൻ കൽപ്പിച്ച പേര് നൽകുകയും ദൈവത്തിൻ്റെ പദ്ധതി ഈ ശിശുവിലൂടെ നിറവേറ്റപ്പെടുവാൻ മാതാപിതാക്കൾ പരിപൂർണമായി അവനെ വിട്ടുകൊടുക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെട്ടപ്പോൾ സക്കറിയ ഉടനെ സ്വതന്ത്രനാവുകയും അവൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്തു. മറ്റുള്ളവരെല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന അടയാളം കൂടിയായിരുന്നു സ്നാപക യോഹന്നാൻ്റെ ജനനം. ദൈവം അനുഗ്രഹിച്ച ആ ഭവനത്തിൽ വന്നെത്തുന്ന എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയും അവരോടൊപ്പം സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാകണമെന്ന് കൂടി ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർപ്പെടുത്തുന്നു. ആകയാൽ പ്രിയ ദൈവമക്കളെ, വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജനനം ഭൂമിക്ക് ഒരു അനുഗ്രഹമായതുപോലെ ഈ ദിനം നമുക്കൊരു അനുഗ്രഹമാകട്ടെ. മറ്റുള്ളവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ആനയിക്കുവാൻ നമ്മെല്ലാവരെയും പ്രാപ്തരാക്കണമേ എന്നും സ്നാപക യോഹന്നാനെ പോലെ ധീരസാക്ഷികളാകാൻ
നമ്മെ എല്ലാവരെയും യോഗ്യരാക്കണമേ എന്നും ഈ വിശുദ്ധ ദിനത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.